നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ യൂഷ്വൽ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇവിടെ ഗൈഡൻസ് കൂടി കാണാൻ ശ്രമിക്കും. ഓക്കെ, അതിൽ കുറച്ചൊക്കെ റിലേഷൻഷിപ്പിനെ കുറിച്ചും പറയാറുണ്ട്, ഗൈഡ് ചെയ്യാറുണ്ട് ഞാൻ വല്ലതൊക്കെ കിട്ടുമ്പോൾ. സോ അതിൽ ആ ഗൈഡൻസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലും എവിടെയും നിങ്ങളുടെ ഏത് ലൈഫിൻ്റെ എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് എനിവേ ഇപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് നോക്കാം നമുക്ക്. ഓക്കെ, ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ ഈ 1 വീക്കിൽ, ഈ അടുത്ത ഒരാഴ്ചയിൽ എന്ത് നടക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത 1 വീക്കിൻ്റെ എനർജി എന്ന രീതിക്ക് എടുക്കാം. നെക്സ്റ്റ് 7 days വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് പേഴ്സൻ്റെ ഫീലിങ്സ് ആദ്യം എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട്. 8 of Cups, Temperance, Magician, Page of Wands, Queen of Wands. ഓക്കെ നിങ്ങൾ ഐ തിങ്ക് വാക്ക് അവേ ചെയ്തു തോന്നുന്നു റിലേഷൻഷിപ്പിൽ നിന്ന്. നിങ്ങൾ വിട്ട് കളഞ്ഞോ? ഓക്കെ, വാവ്, വളരെ നിങ്ങളൊരു പവർഫുൾ എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ വളരെയധികം മെച്ചുവേർഡായിട്ട് നിൽക്കുന്ന പോലെ. ഓക്കെ, നിങ്ങൾ പേഴ്സണിനെ ചേസ് ചെയ്ത് പോകുന്നതായിട്ട് എനിക്ക് തീരെ തോന്നുന്നില്ല. ഐ തിങ്ക് ഒരുപാട് പേര് ഇവിടെ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ ആൾക്കാരിന് ഈ റീഡിങ്സ് കാണാൻ വരുന്നവർക്ക് ചിലപ്പോൾ ഇത് റെസനേറ്റ് ആവില്ല. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾ കുറേ കാലമായിട്ട് റീഡിങ്സ് കാണുന്ന ആൾക്കാർ, നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തികൾക്ക് ചിലപ്പോൾ ഇത് റെസനേറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് നിങ്ങൾ വാക്ക് അവേ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആവാൻ സാധ്യതയില്ല, വളരെ കുറവാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അല്ലെങ്കിൽ വിട്ടുപോകുമോ എന്നുള്ള പേടിയായിരിക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ മാറിയിട്ടില്ലെങ്കിൽ തന്നെ പേഴ്സൺ എവിടെയോ നിങ്ങൾ ഡിറ്റാച്ച് ആവുന്നുണ്ട് എന്ന രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരുടെ അടുത്ത് മാറി നിൽക്കണു, അല്ലെങ്കിൽ ഒരു പഴയ പോലെ ആ ഒരു നിങ്ങൾ ചേസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, മനസ്സുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ലെറ്റ് ഗോ ചെയ്ത് കാണാം. ഓക്കെ, യെസ്, കൂടി ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവും, എന്നാലും എവിടെയോ മനസ്സുകൊണ്ട് നമ്മൾ പറയില്ല, ചിലപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിങ്ങളായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വാക്കിംഗ് അവേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ വേറെ രീതിക്ക് പറയാം. ഇനി നിങ്ങളല്ല വിട്ടുപോയത്, അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും അല്ലെങ്കിൽ ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ചിലത്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയും പറയാം. ഓക്കെ, ഇതുവരെ നടന്നത്, ഇതുവരെ എന്താണോ അവർ ചെയ്തത് റിലേഷൻഷിപ്പിൽ, അതിൽ നിന്നൊരു മാറ്റം നിങ്ങളുടെ പേഴ്സൺ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ചിലത് പിന്നിൽ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. അത് ചിലപ്പോൾ അവർ ഇതുവരെ ചെയ്ത ഒരു ഇതുണ്ടാവുമല്ലോ, അവരുടെ എന്താ പറയുക ആറ്റിറ്റ്യൂഡായിരിക്കാം, അവർ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയത്, അതിൽ ചില മാറ്റങ്ങളായിരിക്കാം. കാരണം അവർക്ക് അറിയാം തെറ്റ്, ഇനി ഞാനത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. ഓക്കെ, അവർക്ക് അറിയാം തെറ്റ്, അവർ മാറ്റങ്ങൾ കൊണ്ടുവരണം ഈ ബന്ധത്തിൽ എന്നവർക്ക് അറിയാം. കാരണം ഇവിടെ ബാക്കി മുഴുവൻ പോസിറ്റീവാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം പേഴ്സണായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും വിട്ടുകളഞ്ഞ് എന്തെങ്കിലും പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ കാണുന്നത്, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മേ ബി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. കാരണം ഇവിടെ ടെമ്പറൻസ്, മജീഷ്യൻ, പേജ് ഓഫ് വാൻഡ്സ് എല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾ തമ്മിൽ നല്ലൊരു കോംപ്രമൈസിൽ, ഒത്തൊരുമയോടെ, പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങോടെ, ഓക്കെ, അവർ നിങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ച്, നിങ്ങളാണ് വിട്ടുപോയതെങ്കിൽ യെസ്, അവർ നിങ്ങളെ തിരിച്ച് ആഗ്രഹിക്കുന്നു, നോ ഡൗട്ട്. ഓക്കെ, അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാനും ഈ റിലേഷൻഷിപ്പിനെ അവർക്ക് വിട്ട് കളയില്ല അവരൊരിക്കലും. ഓക്കെ, അവരായിട്ട് ചിലപ്പോൾ പറഞ്ഞ് യെസ് നിങ്ങളെ തിരിച്ച് വിളിച്ചില്ലെങ്കിലും അവർ നിങ്ങളെ, നമ്മൾ പറയില്ല, ഒരു എനർജറ്റിക്കലി അവരുടെ മനസ്സിൽ അത്രത്തോളം ആ ചിന്തയിൽ നിങ്ങളുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെങ്ങാനും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ അവർ മനസ്സാൽ അത്ര പുള്ള് വരുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്നൊക്കെ. സോ ഇവിടെ കാണുന്നത് മജീഷ്യൻ കാർഡാണ്. സോ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ ഇതെന്താണ്, ലേശം മാനിപ്പുലേഷനാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പേഴ്സൺ അവരായിട്ട് താണു വരില്ല. ഓക്കെ, ബട്ട് നിങ്ങളെ അങ്ങോട്ട് വരുത്താൻ അവർ ശ്രമിക്കും. സോ നിങ്ങൾക്ക് ആ ഒരു പുൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ പേഴ്സൻ്റെ ആണത്. ഓക്കെ, നിങ്ങൾ നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോകാതിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഒരു നമുക്ക് ചിലപ്പോൾ മിസ്സിങ് എനർജി വല്ലാതെ വരും, അത് നിങ്ങളുടെ അല്ല, പേഴ്സൻ്റെ ആണ്. ഓക്കെ, ഉറപ്പാണ്. സോ നിങ്ങൾ ചിലപ്പോൾ ഇത് വിട്ട് കളഞ്ഞ് ലെറ്റ് ഗോ ചെയ്യാൻ മനസ്സിൽ നിന്ന് ശ്രമിക്കുന്നുണ്ടാവാം. ബട്ട് ആ പേഴ്സൻ്റെ ഒരു പുൾ വരുമ്പോൾ നിങ്ങൾക്ക് ആ മിസ്സിങ് എനർജിയും നിങ്ങൾക്ക് അങ്ങോട്ട് മെസ്സേജ് ചെയ്യാനും പിന്നാലെ പോകാനും ഒക്കെ തോന്നും വീണ്ടും. ഓക്കെ, സോ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. നിങ്ങളായിട്ട് ചെയ്യേണ്ട. ഫുൾ മൂൺ ഉണ്ട് ഇവിടെ. യെസ്, ഫുൾ മൂണിൻ്റെ ആ സമയത്തിൻ്റെ ചേഞ്ച് ആണ് നമ്മളിവിടെ കാണുന്നത്. ഐ തിങ്ക് ആ ഈ പോയ പൗർണമിയുടെ ചേഞ്ചസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളായിട്ട് ഐ തിങ്ക് ഒരു മതിയായിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എഫേർട്ട് ഇട്ട് മതിയായിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിക്കണം ഓക്കെ മതി, ഇനി യുനോ ഒരു ബെറ്റർ സിറ്റുവേഷൻ വേണമെന്ന് നിങ്ങൾക്കും ആഗ്രഹമുണ്ട്. സോ പേഴ്സൻ്റെ ഭാഗത്തുനിന്നാണെങ്കിൽ ആ ഒരു പുൾ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അവർ ഈ സിറ്റുവേഷൻ വീണ്ടും ഒരു കോംപ്രമൈസോ ബാലൻസോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ
ക്വീൻ ഓഫ് വോൺസ് എനർജിയിലാണ് നിൽക്കുന്നത്. ജെൻസ് ആയാലും ക്വീൻ എന്നെടുക്കേണ്ട, ഓക്കെ, നിങ്ങൾ ആ ഒരു ലൈക്ക് ക്വീൻ ഓർ കിങ് ആ എനർജി എടുത്തോളൂ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കുന്നുണ്ട്, നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, വളരെയധികം കോൺഫിഡൻ്റ് ആണ്. നിങ്ങൾക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, ഓക്കെ, ഇവിടെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് സ്നേഹമൊന്നും ഒട്ടും പോയിട്ടില്ല, അങ്ങനെയല്ല. പക്ഷേ നിങ്ങളിപ്പോൾ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ലൈക്ക് എന്താ പറയുക, വളരെ പ്രാക്ടിക്കൽ, നിങ്ങൾ ഐ തിങ്ക് ഒരു മാറ്റം നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ആയാലും എന്ത് കാര്യമായാലും ഐ തിങ്ക് നിങ്ങൾ വളരെ മെച്ചുവേർഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ എൻ്റെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് പറയാൻ പറ്റാം. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു മെച്യൂരിറ്റി, പക്ഷെ പേഴ്സൺ നിൽക്കുന്നത് നോക്കൂ, പേഴ്സൺ പേജ് എനർജിയിലാണ് നിൽക്കുന്നത്. ഇത് നിങ്ങളല്ല എന്നുള്ള എനിക്ക് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണ്, ഇത് നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ്. പേജ് എന്ന് പറയുമ്പോൾ വളരെ നമ്മൾ പറയില്ല, ഒരു ടീനേജർ ലെവൽ എടുത്താൽ മതി. നിങ്ങൾ നിൽക്കുന്നത് ഒരു രാജ്ഞി പോലെ. ഓക്കെ, ആ വ്യത്യാസം, രാജ്ഞി അല്ലെങ്കിൽ രാജാവ് പോലെ. സോ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ പേഴ്സൺ ഇപ്പോഴും ആ മെച്യൂരിറ്റി എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അങ്ങോട്ട് വലിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ അവരെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഒരു കുട്ടികളുടെ ഒരു വാശി ഉണ്ടാവില്ലേ, അങ്ങനെ എന്നെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇങ്ങനെ. പക്ഷെ എന്നാലോ അവരുടെ ഉള്ളിൽ അത്രത്തോളം നിങ്ങളെ വേണം എന്ന് ആഗ്രഹമുണ്ട്. സോ ആ ഒരു പുൾ നിങ്ങൾക്ക് വളരെയധികം ഫീൽ ചെയ്യും. ഓക്കെ, യെസ്, അവർ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പക്ഷേ വേറെ എങ്ങോട്ടോ നോക്കി നിൽക്കുക, നിങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു അപ്രോച്ച് കാണും. ഒന്നുമില്ലെങ്കിൽ അവരെ ഒരു മെസ്സേജ് വരുമോ, അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ അങ്ങോട്ട് ലൈക്ക് അവരെ അട്രാക്ഷനും അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ആ ഒരു പുൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പം നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് പോകാൻ ശ്രമിക്കും. ഓക്കെ, സോ ബി വെരി കെയർഫുൾ. അവർ തന്നെ ഇങ്ങോട്ട് വരട്ടെ, ആ ഒരു മെച്യൂരിറ്റി കൊണ്ടുവന്ന് അവരുടെ ഉള്ളിൽ ആ ഒരു ചേഞ്ച് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ അഗൈൻ നമ്മുടെ 88-ൻ്റെ നമ്മൾ പറഞ്ഞു, പൗർണമിയുടെ പറഞ്ഞു. സോ തീർച്ചയായിട്ടും ആ കാർമിക് ഫേസിൻ്റെ തന്നെയാണ് ഇതെല്ലാം. ഓക്കെ, ആ കാർമിക് എൻഡായി പോകുമ്പോൾ ആക്ച്വലി ഇത് 8 ആയിരുന്നു. നമ്മളെന്താ പറഞ്ഞ 8/8 പോർട്ടൽ അല്ലേ, 8/8 പോർട്ടൽ പൗർണമി. സോ സെയിം തിങ്, ആ ദിവസം ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിൽ വന്ന മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും പൗർണമി അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഈ എല്ലാ ചേഞ്ചസും. ഓക്കെ, എന്തായാലും ഇവിടെ മാറ്റങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത്. ഇപ്പം എന്താ ഇവിടെ ഏസ് ഓഫ് കപ്സ്, ചാരിയറ്റ്, ലവേഴ്സ്, ഇനിയൊന്നും ബാക്കിയില്ല. ഓക്കെ, എല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവർക്ക് വേണം അവരുടെ ലൈഫിൽ. ഓക്കെ, അവർ നിങ്ങളെ തമ്മിലുള്ള ആ കണക്ഷൻ അവർക്ക് വീണ്ടും റീബിൽഡ് ചെയ്യണം എന്ന രീതിക്കാണ് ഇവർ. ചാരിയറ്റ് ഉണ്ട്, മുന്നോട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ഇനി വരുന്ന ഫ്യൂച്ചർ കൂടി ഈ ഒരു 1 വീക്കിൻ്റെ എനർജി കൂടി എടുക്കാം. ഇത് ഞാൻ വെക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഒരു മാറ്റം ശരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ വരുന്ന 1 വീക്ക് എന്താണ് നോക്കാം നമുക്ക്. ഓക്കെ, ഫീലിങ്സിൽ ഞാൻ പറഞ്ഞു വരുമ്പോൾ യെസ്, അവർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ, നിങ്ങളോട് ആ സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ട് കോംപ്രമൈസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാമാണ്. ഓക്കെ, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ലെറ്റ്സ് സീ നിങ്ങളുടെ നെക്സ്റ്റ് 1 വീക്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് 5 of Swords, King of Cups. ഓക്കെ, 7 of Wands നേരത്തെ വന്നു ബാക്കിൽ. ഓക്കെ, Knight of Pentacles, awesome. വെരി ഗുഡ്. ആൻഡ് ജസ്റ്റിസ് കാർഡ്, വെരി നൈസ്. ഓക്കെ, ന്യായം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ആക്ച്വലി യൂണിവേഴ്സായിട്ട് ചെയ്യുന്ന പറയാം, അല്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ന്യായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അവർ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാപ്പ് പറച്ചിലായിരിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, കോൺഫ്ലിക്റ്റ് ഇത് നിങ്ങൾ തമ്മിൽ നെക്സ്റ്റ് 1 വീക്കിൽ അവർ സംസാരിച്ചെങ്ങാനും വന്നാൽ ഇവിടെ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആദ്യം നമ്മൾ പറയില്ലേ കുറച്ച് ദിവസം സംസാരിക്കാതെ ഇരുന്നിട്ടോ, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസിന് ശേഷം ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യതയാണ്. എൻ്റെ ഇവിടെ കിങ് ഓഫ് കപ്സ് ആണ്, പക്ഷേ കിങ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് പെനിക്കൽസ് ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ അത്രയും സ്നേഹമാണ് എന്ന രീതിക്കാണ് കാണുന്നത്. പക്ഷേ ഇത് കിങ്ങിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു തുറന്ന് എക്സ്പ്രസ് ചെയ്യില്ല. ഓക്കെ, മനസ്സിൽ ഫീലിങ്സ് ഉണ്ടാവും, ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവും, പക്ഷേ തുറന്ന് എക്സ്പ്രസ് ചെയ്യില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇവരെ കൊണ്ട്. ആൻഡ് നൈറ്റ് ഓഫ് പെനിക്കൽസും ഉണ്ട്. നൈറ്റ് ഓഫ് പെനിക്കൽസ് പറയുന്നത് വളരെ കമ്മിറ്റഡ് ആയിട്ടൊരു വ്യക്തി എന്ന രീതിയിലാണ്, പക്ഷേ സ്ലോ ആണ് ഇവിടെ. ഓക്കെ, സ്ലോ എനർജിയാണ്. പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്രോച്ച് പ്രതീക്ഷിക്കേണ്ട. ഞാൻ പറഞ്ഞില്ലേ, അവർ വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ആ ഒരു താഴെ തരാനുള്ള ഒരു ഇതാണ്. പിന്നെ കുറച്ചൊരു ഇമ്മെച്യൂരിറ്റി രണ്ടും ഉണ്ട്. ഓക്കെ, എനിവേ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അതായത് ഈ ഫൈറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം കൊണ്ടല്ല. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നാൽ, ക്ലാഷ് വന്നാൽ അതൊരു ദേഷ്യം കൊണ്ടുണ്ടാകുന്ന ഒരു സംഭവമല്ല. ഓക്കെ, നമ്മൾ പറയില്ലേ ഉള്ളിലെ സ്നേഹം വെച്ച് പക്ഷെ പുറമേ ഒരു കടുംപിടുത്തം കാണിക്കുക എന്ന് പറയില്ലേ, അത്തരത്തിലുള്ളൊരു ബിഹേവിയർ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കാണിക്കുന്നത് ഒരു വല്ലാത്തൊരു അതായിട്ട് ചിലപ്പോൾ കാണിച്ചു എന്ന് വരും, പക്ഷെ നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. ഓക്കെ, ആ കോൺഫ്ലിക്റ്റ് ഒക്കെ വീണ്ടും നിങ്ങൾ തമ്മിൽ ബെറ്റർ ആവാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, ആ കോൺഫ്ലിക്റ്റ് ചിലപ്പോൾ വരേണ്ടതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ടാവാം, അതിൻ്റെ ആയിരിക്കും. പക്ഷെ അത് തീരുമ്പോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും ആ പേഴ്സൻ്റെ അവർ ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്ന് വരില്ല, പക്ഷെ അവരുടെ ഉണ്ട്, പക്ഷെ അവർ കൺസിസ്റ്റന്റ് എഫേർട്ട് ഇടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, എന്ന് വെച്ചാൽ
അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് അവർ പ്രോപ്പറായിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാനും ഒരു സ്റ്റഡി ആയിട്ട് അവർ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, സ്ലോ ആയിരിക്കും, പക്ഷെ അതായത് നിങ്ങൾ എടുത്തു ചാടിയോ അവരുടെ ഭാഗത്തുനിന്ന് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നിങ്ങൾക്ക് അവരുടെ ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പേഴ്സൺ ചിലപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ടൈം തരും, എഫേർട്ട് ഇടും, നിങ്ങളെ അന്വേഷിച്ചില്ലേ എന്നുള്ള അതൊക്കെ വിട്ടേക്കൂ. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യും. അതായത് നിങ്ങളുടെ കൂടെ അവരുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരാം. എന്ന് വെച്ചാൽ കൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നൽ അങ്ങനത്തെ കാര്യമല്ല കേട്ടോ. മീൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും, യെസ് ഇവർ എഫേർട്ട് ഇടുന്നുണ്ട്, എൻ്റെ കുറച്ച് സമയം തരാൻ ശ്രമിക്കുക, ഡെയിലി മെസ്സേജ്, ഡെയിലി കോൾ അല്ലെങ്കിൽ ഒരു റിപ്ലൈ തരിക, അങ്ങനെ ചില കാര്യങ്ങളിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു എഫേർട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, കാരണം അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ 10 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ശരിക്കും ഒരു ഫാമിലി പോലെ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് എന്ന രീതിക്കാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ലോങ് ടേം ആണ് അവർ ആലോചിക്കുന്നത്. എൻ്റെ വെറുതെ അതായത് ഇപ്പോൾ ഒരു ബന്ധം, തൽക്കാലത്തേക്ക് ഒരു ബന്ധം ഒന്നും എടുത്ത് ചാടി അങ്ങനെയല്ല അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അവർ വളരെ ഫ്യൂച്ചർ പ്ലാനിങ് കൂടി അവരുടെ മനസ്സിലുണ്ട്. അതായത് നിലനിൽക്കണം ഈ ബന്ധം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. ഓക്കെ, സോ 10 ഓഫ് പെന്റിക്കിൾസ് നമ്മളൊരു ഫാമിലി കാർഡാണ്. കുറച്ച് പേർക്ക് മാരേജ് കമ്മിറ്റ്മെന്റ് ഓഫർ ആയിരിക്കാം, പക്ഷെ എടുത്ത് ചാടി കിട്ടില്ല. ഓക്കെ, കുറച്ച് സമയം എടുക്കും. സാധിക്കുന്നവർക്ക് വെയിറ്റ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, മീൻസ് മാരേജ് പോസിബിൾ ഉള്ളവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് വരാം. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇമ്മച്യൂരിറ്റി ഉണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത്. ഓക്കെ, ഈ ഒരു ചേഞ്ച് നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അവർ കുറച്ചുകൂടി കമ്മിറ്റഡ് ആയിട്ട് കാര്യങ്ങൾ എല്ലാം മുന്നോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ പക്ഷേ ഈ ഒരു പവർന്ന് ഒരിക്കലും താഴെ വരരുത് കേട്ടോ. നിങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, ചേസ് ചെയ്യാൻ പോവാതിരിക്കുക, ഒന്നും ചോദിക്കാതിരിക്കുക, ഒന്നും പറയാതിരിക്കുക. അവരായിട്ട് ചെയ്യട്ടെ, അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അവർ കാണിക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് സീ കുറച്ച് അഡ്വൈസ് കാർഡ്സ് നിങ്ങൾക്ക്. ഓക്കെ, ട്രാങ്ക്വിലിറ്റി ആൻഡ് സൈലൻസ്, റൈറ്റ് ഡിസിഷൻസ്, പാർട്ടിങ് ഓഫ് ദ വേസ്, ambitious, loyalty and trust, true love, financial concerns. Okay, കുറച്ച് പേർക്ക് and more innovation and freshness. Wow, beautiful. റിക്വസ്റ്റ് ടു കോൺടാക്ട് നമ്മുടെ പേജ് ഓഫ് ഓൺസ് ആയിട്ട് നമുക്ക് എടുക്കാം. ആക്ച്വലി അവർ കോൺടാക്ട് ചെയ്യാൻ ഒരു മെല്ലെ ഒന്ന് അപ്രോച്ച് ചെയ്തൊക്കെ നോക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. ലോയൽറ്റി ആൻഡ് ട്രസ്റ്റ് അവരുടെ അടുത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതാണ് നമ്മൾ നൈറ്റ് ഓഫ് പെന്റിക്കിൾസിൻ്റെ പറഞ്ഞത്. യെസ്, അവരെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ അവരിൽ ആ ചേഞ്ചസ് ഉണ്ടോ എന്ന് മാത്രം പക്ഷേ നിങ്ങളൊന്ന് കരുതി ഇരിക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ ട്രാങ്ക്വിലിറ്റി ആൻഡ് സൈലൻസ് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഡിസ്റ്റൻസ് ആയിരിക്കാം, അതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ. ഓക്കെ, ട്രാങ്ക്വിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പീസ് എന്നാണ് ഉദ്ദേശിക്കുക, പീസ്ഫുൾ ആയിട്ടൊരു സിറ്റുവേഷൻ. ആൻഡ് സൈലൻസും കാണുന്നുണ്ട്. സോ മേ ബി മുന്നോട്ട് നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് പോകും, ഒരുപാട് ഫൈറ്റ് ഒന്നും ഇല്ലാതെ, കോൺഫ്ലിക്ട്സ് ഒന്നും ഇല്ലാതെ, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, സോ മുന്നോട്ട് ഇത് നമ്മുടെ 6 ഓഫ് സോർഡ്സ് എനർജിയാണ് എനിക്ക് വരുന്നത്. സോ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവുക എന്ന രീതിക്കാണ്. പുറകിൽ നമ്മൾ ഈ കോൺഫ്ലിക്റ്റിനെയൊക്കെ പുറകിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുക എന്ന രീതിക്ക്. ഓക്കെ, ആൻഡ് യെസ്, അവർ ലോയൽ ആയിട്ട് ആണ് നിങ്ങളോട്. ഓക്കെ, ലോയലാണ് അവർ. തീർച്ചയായിട്ടും അവർ വേണ്ട എഫേർട്ട് അതിന് വേണ്ടത് അവർ ചെയ്യും. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. റൈറ്റ് ഡിസിഷൻസ് അവരെടുക്കുന്നുണ്ട്. ഓക്കെ, അവർ നല്ല തീരുമാനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ്, എന്നിട്ട് നിങ്ങളോട് സമയം തരാം, നിങ്ങൾക്ക് റിപ്ലൈ തരാം, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. ഓക്കെ, ഇവർക്കും വേണം എന്ന് തോന്നുന്നു എന്ന രീതിയിൽ ട്രൂ ലവ് എന്ന് കാണുന്നുണ്ട്. സോ യെസ്, സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. എന്തായാലും ഇതൊരു ട്രൂ ലവ് തന്നെയാണ് നിങ്ങളുടെ, നോ ഡൗട്ട്. ഓക്കെ, ഇവിടെ പാർട്ടിങ് ഓഫ് വേസ് അഗൈൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു അകൽച്ചയായിരിക്കും. നിങ്ങൾ വിട്ടുപോയതായിരിക്കാം, അവർ വിട്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ്റെ പീരീഡ് ആയിരുന്നിരിക്കാം ഇപ്പോൾ. ഓക്കെ, ഇവിടെ ഫൈനാൻഷ്യൽ കൺസേൺസ് ഉണ്ട്. കുറച്ച് പേർക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഇഷ്യൂസ് വല്ലതുമൊക്കെ നടക്കുന്നുണ്ടാവും അവരുടെ ലൈഫിൽ. അതൊക്കെ ഒരു തടസ്സങ്ങളായിട്ട് ചിലവർക്ക് കാണാം. പിന്നെ ഇവിടെ ambitious, യെസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ambitious ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ambitious ആയിരിക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ക്വീൻ ഓഫ് വാൻസുമായിട്ട് വളരെയധികം മാച്ച് ഉണ്ട് ഇതിന്. ഓക്കെ, മേ ബി നിങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ ശ്രമിക്കുന്നുണ്ടാവാം. സോ അത് കണ്ടിട്ട് അവർക്ക് ഇപ്പോൾ തോന്നാൻ തുടങ്ങുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് തോന്നുന്നുണ്ടാവാം. ഓക്കെ, ambitious നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. മുന്നോട്ട് അവർ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയി വരണം എന്നവർക്കൊരു ambition ഉണ്ടാവും. ഇന്നോവേഷൻ ആൻഡ് ഫ്രഷ്നെസ് അഗൈൻ നമ്പർ 1 ആണ് ഇവിടെ. സോ നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു, റിലേഷൻഷിപ്പിൽ ഒരു തുടക്കം. അഗൈൻ വോൺസ് എനർജിയാണിത്. ഇന്നോവേഷൻ അല്ലെങ്കിൽ ഫ്രഷ്നെസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വോൺസിൻ്റെ എനർജിയാണ് ഇവിടെ കൂടുതലും വന്നിരുന്നത്. സോ നിങ്ങളുടെ പേഴ്സൺ ഒരു പാഷനോടെ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നാണ്. ഓക്കെ, നമ്പേഴ്സ് ഇവിടെ കുറച്ച് കാണുന്നുണ്ട്, എടുത്ത് കാണുന്നുണ്ട്.
1 ഓൾറെഡി പറഞ്ഞു. ഇവിടെ 29, 11 ആണിത് ആക്ച്വലി. 11 പറയുമ്പോൾ 11 ആൻഡ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് 111 എടുക്കാം. ഓക്കെ, 111 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 1ന്റെ എനർജി നമുക്ക് വളരെ, അതായത് ന്യൂ ബിഗിനിങ്. ഓക്കെ, അതും ഇവിടെ ഇന്നോവേഷൻ ആൻഡ് ഫ്രഷ്നസ് ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ ഒരു എനർജിയാണ്. സോ ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ നല്ലോണം കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ലോയൽറ്റി ആൻഡ് ട്രസ്റ്റ് ഉണ്ട്. ഇതിൽ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സോ 22, 2 അഗെയിൻ 2 2 വരുന്നുണ്ട്, 1 വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, നമ്പേഴ്സിൽ മെയിൻ ആയിട്ട്. പിന്നെ ഇവിടെ 6 4 അഗെയിൻ ഇവിടെ 4 ഉണ്ടായിരുന്നു നമുക്ക്. അഗെയിൻ 18, സോ 9 36, അഗെയിൻ 9. വാവ്, 6 ഒഴിച്ച് ബാക്കിയെല്ലാം റിപ്പീറ്റ്. 6 ഉണ്ട്, 4 റിപ്പീറ്റ് ഉണ്ടായിരുന്നു, 2 റിപ്പീറ്റ് ഉണ്ട്, 9 റിപ്പീറ്റ് ഉണ്ട്, 1 റിപ്പീറ്റ് ഉണ്ട്. 1 9 4 2. ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇതുണ്ടാവാം. ഓക്കെ, 1 9 1 2 4 9. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം. ചിലപ്പോൾ കൂടുതൽ നിങ്ങളുടെ നമ്പറുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, എനിവേ വളരെ പോസിറ്റീവ് റീഡിംഗ് ആണ്. ഓക്കെ, യെസ്, പക്ഷേ എന്താ, അവരുടെ ഭാഗത്തു നിന്ന് കുറച്ച് മെച്യൂരിറ്റി വരാനുണ്ട്. സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ ആ ഒരു മാറി നിൽക്കുമ്പോഴേ അവരുടെ ഭാഗത്തു നിന്ന് ആ ഒരു ചേഞ്ച് വരുള്ളൂ. ഓക്കെ, നിങ്ങളായിട്ടൊരു ചെറിയൊരു എന്തോ കൊടുക്കാന്ന് പറയുമല്ലോ, ഷോക്ക് കൊടുക്കുക. ഓക്കെ, സോ അപ്പോഴേ അവരുടെ ഭാഗത്തു നിന്ന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ഓക്കെ, എല്ലാവരും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.